നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, CPO, WCPO പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം? എന്താണ് നിങ്ങളുടെ സാധ്യത? എത്രത്തോളം നിയമനം അവിടെ നടന്നിട്ടുണ്ട്? എത്രത്തോളം ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്? നിങ്ങൾ ഏത് പൊസിഷനിൽ വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടും? ഈ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഇതെല്ലാം പരിശോധിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരീക്ഷയുടെ CPO, WCPO പരീക്ഷകളുടെ അവസാന തീയതി മക്കളെ 14-ാം തീയതി, അതായത് മറ്റന്നാളാണ്. ഇന്ന് 12 ആയിട്ടുണ്ട്. 13, 14 2 ദിവസം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അവസാന സമയത്തേക്ക് കൊണ്ട് വെക്കരുത്. കാരണം സൈറ്റ് ബിസി ആവുകയോ മറ്റെന്തെങ്കിലും പ്രശ്നമോ വന്നാൽ നിങ്ങളുടെ വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയി അപ്ലൈ ചെയ്തേക്ക്. CPO, WCPO, അതേപോലെ CEO, ഫയർമാൻ തുടങ്ങിയ പരീക്ഷകളുടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 14/1/2025 ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം, ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ നോട്ടിഫിക്കേഷൻ. 563/2025 എന്ന് പറയുന്ന പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന CPO പരീക്ഷ, സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ. 7 ബറ്റാലിയനുകളിലേക്കാണ് ഈ പരീക്ഷ നടക്കപ്പെടുക. 31,100 മുതൽ 66,800 വരെയാണ് ബേസിക് പേ. ഇതേപോലെ തന്നെ 550/2025 എന്ന് പറയുന്ന വ്യുമൻ CPO പരീക്ഷയും നിലവിലുണ്ട്. സെയിം സാലറി പാറ്റേൺ തന്നെയാണ് വരിക. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, ഡിസ്ട്രിക്ട് വൈഡ് അല്ല. ഇത് സ്റ്റേറ്റിലേക്ക് മുഴുവനാണ് വിമൻ CPO പരീക്ഷ നടക്കുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക, 14/1/2026. മക്കളെ, നിലവിലത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഞാൻ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്താണ് പറയുക. ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന 550, 563 പോലെയുള്ള നോട്ടിഫിക്കേഷൻ തൊട്ട് മുൻപില് 740/2024 എന്ന് പറഞ്ഞുകൊണ്ട് വിമൻ CPOയും അതേപോലെ തന്നെ 500 ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ഒരു കാറ്റഗറി നമ്പറിൽ പുരുഷന്മാരുടെ CPO പരീക്ഷയും നടന്നിട്ടുണ്ട്. അതിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റാങ്ക് ലിസ്റ്റ് ആണ് ഇനി വരാനുള്ളത്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഏതാണ്? നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് മക്കളെ 593/2023 എന്ന് പറയുന്ന പുരുഷന്മാരുടെ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടേതാണെങ്കിൽ 584/2023 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ്. ഈ റാങ്ക് ലിസ്റ്റുകളാണ് നിലവിൽ ഉള്ളത്. ഈ റാങ്ക് ലിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പരിശോധിക്കാം. ഇവയുടെ കാലാവധി എപ്പോഴാണ് അവസാനിക്കുന്നത്? എപ്പോഴാണ് കൃത്യമായിട്ട് നോക്കിക്കോണേ. 593/2023 എന്ന് പറയുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള CPOയുടെ 7 ബറ്റാലിയനുകളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 16/4/2026 ഇത് ഇന്നത്തെ ദിവസം 12/1/2024 ആണെങ്കിൽ ഇനിയും ഒരു 3 മാസം കൂടി എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഇനി ഒരു 3 മാസം കൂടി ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. 16/4/2026 പുരുഷന്മാരുടെ അവസാനിക്കാം. ഇനി സ്ത്രീകളിലേക്ക് വരുമ്പോഴോ 584/2023 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് 21/4/2026 അവസാനിക്കേണ്ടത്. 21/4/2026. അതോടുകൂടി 2024 നോട്ടിഫിക്കേഷനുകളുടെ റാങ്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യും? നിലവിൽ വരും. 2025 നോട്ടിഫിക്കേഷനുകളുടെ എക്സാമിനേഷൻ മറ്റും നടക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് എന്ത് വരിക? റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വരിക. ഇനി ഓരോ ബറ്റാലിയനുകളും ഒന്ന് പരിശോധിച്ചേ. തിരുവനന്തപുരം ഉൾപ്പെടുന്ന SAP ബറ്റാലിയൻ, ഓക്കെ, സ്പെഷ്യൽ ആയിട്ട് വരുന്ന തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള SAP ബറ്റാലിയൻ 316 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ ഈ പറയുന്ന എണ്ണം മെയിൻ ലിസ്റ്റിന്റെ എണ്ണമാണ്. മെയിൻ ലിസ്റ്റിൽ 316 എന്ന് പറയുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 600ഓളം ആളുകളാണ് ആകെ റാങ്ക് ലിസ്റ്റിലുള്ളത്. മെയിൻ ലിസ്റ്റ് 316. അതിൽ 232 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. SAPയിൽ നിലവിൽ 232 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതായത് 50%-ലധികം. മെയിൻ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 75%-ലധികം നിയമനം പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. മുഴുവൻ റാങ്ക് ലിസ്റ്റ് ആണ് പരിശോധിക്കുന്നതെങ്കിൽ ഏതാണ്ട് 50%-നടുത്ത് എന്താണ് നിയമനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് തിരുവനന്തപുരത്തിന്റെ കഥ. ഇനി നമുക്ക് KP3 അല്ലെങ്കിൽ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന താരതമ്യേന കുറച്ച് വലിയൊരു ബറ്റാലിയനാണ് KP3 എന്ന് പറയുക. KP3 എന്ന് പറയുന്ന ബറ്റാലിയന്റെ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ആകെ 405 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 405 പേര് റാങ്ക് ലിസ്റ്റിൽ, ഫിസിക്കൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 405 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 650 മുതൽ 700 വരെ ആളുകളായിരിക്കും ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക. അതിൽ 315 പേർക്ക് അഡ്വൈസ് പോയി. മെയിൻ ലിസ്റ്റ് പരിശോധിച്ചാൽ ഏതാണ്ട് 90% പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ആണ് പരിശോധിക്കുന്നതെങ്കിൽ 50%-ൽ അധികം ആളുകൾക്ക് എന്ത് പോയിട്ടുണ്ട്? നിയമനം പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനിയും അത് അത്യാവശ്യം വലിയൊരു ബറ്റാലിയനാണ്. ഇടുക്കിയിലേക്ക് വന്നാൽ KP5-ലേക്കാണ് വരുന്നത് എങ്കിൽ
240 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 240 പേര് മെയിൻ ലിസ്റ്റിലാണ് എങ്കിൽ ഏതാണ്ട് ഒരു 500-നടുത്ത ആളുകളായിരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉണ്ടാകുക. 450 500 പേരാണ് ആ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉണ്ടാവുക സപ്ലിമെന്ററി ലിസ്റ്റിലൂടെ പരിഗണിക്കുമ്പോൾ. 227 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. മെയിൻ ലിസ്റ്റ് പരിശോധിച്ചാൽ 95% എന്ത് ചെയ്തു, നിയമനം നടന്നു. ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ആണ് പരിശോധിക്കുന്നതെങ്കിൽ 50% നിയമനം നടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഇനി എറണാകുളം KP1 വരുന്നതെങ്കിലോ, KP1 എറണാകുളവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് വരുന്നതെങ്കിൽ എറണാകുളം, കോട്ടയം പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. 350 അഡ്വൈസുകൾ ആളുകളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 350 സപ്ലിമെന്ററി കൂടെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു 600ഓളം ആളുകളെയാണ് KP1 എറണാകുളത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 230 പേർക്ക് അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. 230 പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും 3 മാസം കൂടി കാലാവധി അവശേഷിക്കുന്നുമുണ്ട്. ഇനി തൃശ്ശൂർ KP2 വന്നാലോ 202 പേർക്കാണ് 202 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഏതാണ്ട് ഒരു 400ഓളം ആളുകളാണ് ആകെ ആ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന. 211 പേർക്ക് എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. നിലവിൽ 211 അഡ്വൈസ് പോയിട്ടുണ്ട്. മലപ്പുറം MSP വന്നാൽ, മലബാർ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിലേക്ക് വന്നാൽ 290 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 286 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ആകെ 600ഓളം പേരെയാണ് MSPയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സപ്ലിമെന്ററിയും കൂടെ ചേർത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കാസർഗോഡ് KP4 വന്നാൽ 357 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും 278 അഡ്വൈസുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ ഈ പറയുന്ന 7 ബറ്റാലിയനുകളിലൂടെ ചേർത്തിട്ട് 2160 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഓക്കെ, 2160 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 4000-നടുത്ത ആളുകളെയാണ് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതിൽ 1779 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. ഓക്കെ, 1779 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇനി വിമൻ CPയിലേക്ക് വന്നാലോ 276 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 225 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇനിയും 3 മാസം കൂടി അവശേഷിക്കുന്നുണ്ട്. കുറച്ചുകൂടി വേക്കൻസികൾ നമുക്ക് എന്ത് ചെയ്യാൻ, പ്രതീക്ഷിക്കാം. അപ്പൊ ഈ രീതിയിലാണ് ഷോർട്ട് റാങ്ക് ലിസ്റ്റിലും അതേപോലെ തന്നെ അഡ്വൈസ് ലിസ്റ്റിലും ഒക്കെ വരുന്ന എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാവരുത്. പിന്നെ എങ്ങനെയാണ് റാങ്ക് അടിക്കാൻ, അതായത് ആദ്യ റാങ്ക് അടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. നമ്മൾ ആദ്യ 100ലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം. ഓക്കെ, കട്ട് ഓഫിനേക്കാൾ നല്ലൊരു മാർക്ക് കൂട്ടി വെക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പക്ഷെ അങ്ങനെ പരിശ്രമിക്കണമെങ്കിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, കട്ട് ഓഫും കൂടുന്നുണ്ട്. കുറച്ചുകൂടി ആധികാരികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പഠിക്കേണ്ടി വരും. കുറച്ചുകൂടി വേഗത്തിൽ പഠിക്കേണ്ടി വരും. കുറച്ചുകൂടി ശക്തമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ മാറണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം മക്കളെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താണ് സിലബസിനെ കൃത്യമായിട്ട് ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിലബസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ നിന്ന് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി 5 മാർക്കാണ്. ദെൻ ഭൂമിശാസ്ത്രം നോക്കിയാൽ 5 മാർക്കുണ്ട്. ധനതത്വശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 8 മാർക്കിനാണ് ചോദ്യം വരിക. അപ്പൊ പ്രിഫറൻസ് കൂടുതൽ അവിടെ പോകണം. എന്നാൽ കേരള ഭരണ സംവിധാനത്തിൽ നിന്ന് 3 മാർക്കേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ജീവശാസ്ത്രം 4 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക് എന്ന നിലയിൽ വരുമ്പോൾ കലാകായികം, സാഹിത്യം, സംസ്കാരമാണെങ്കിൽ 4 മാർക്ക്. ഇവിടെ കറണ്ട് അഫെയറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 മാർക്ക് വരെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആനുകാലിക വിഷയങ്ങൾ സെപ്പറേറ്റ് 10 മാർക്കുണ്ട്. മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഡെയിലി ഈ 30 മാർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്കൊരു 25+ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നേടാനായിട്ട് പറ്റും. ഇനി സ്പെഷ്യൽ ടോപ്പിക് നോക്കിയാൽ അവിടെ 20 മാർക്കാണ്. നമുക്കൊരു 17 മാർക്കെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിലും വാങ്ങാനായിട്ട് പറ്റണം. ഇവിടെ 27 മാർക്കോളം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ വാങ്ങിയിട്ട് ഇവിടെയും ഒരു 17 മാർക്കോളം വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര മാർക്കായി മക്കളെ, 44 മാർക്ക് അവിടുന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയത്തിൽ നിന്ന് തന്നെ നമുക്ക് 44 മാർക്ക്, അതായത് 50 മാർക്കിൽ നിന്ന് 44 മാർക്കിലേക്ക് 40+ നമുക്ക് പോകാൻ പറ്റും. ബാക്കി 50-ൽ നിന്ന് 30 മാർക്ക് കൂടി നമ്മൾ സ്കോർ ചെയ്താലും, അതായത് ബാക്കി വരുന്ന GKയിൽ നിന്ന് 30 മാർക്ക് കൂടി നമ്മൾ സ്കോർ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 70+ എത്താൻ പറ്റും. സുഖമായിട്ട് റാങ്ക് അടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ആ രീതിയിൽ ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ് മക്കളെ നമ്മുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുക. ഞാനാണ് ആ ഗോൾഡ് ബാച്ചിന് നേതൃത്വം നൽകുക. ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച് ആണ്. അതായത് ഇതിലേക്ക് വരുമ്പോൾ CPO, WCPO, ഫയർമാൻ, CO, WCO ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു പോകുന്നുണ്ട്, സ്ട്രക്ചർ ചെയ്തു പോകുന്നുണ്ട്. ഇതൊരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ
നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിച്ചാലാണ് റാങ്ക് കിട്ടുക, അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം, ഏറ്റവും കൂടുതൽ റാങ്ക് നേടുന്ന അല്ലെങ്കിൽ റാങ്ക് നേടാൻ സാധ്യതയുള്ള 150 ടോപ്പിക്കുകൾ ഏതാണ്, അതെങ്ങനെ പഠിക്കണം, ഈ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന ഒരു ബാച്ചാണ് ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച്. നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് 8281223366 ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ, ആ ഗൂഗിൾ ഫോമിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തേക്കാം. താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഏത് രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിലോ ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ 8281223366 നേരിട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. ആ സംശയങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ ഡെമോ ക്ലാസ് നിർബന്ധമായും കാണണം. അത് കോഴ്സ് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഡെമോ ക്ലാസ് ഒന്ന് കണ്ടോടാം. അതേപോലെ തന്നെ ഡെമോ നോട്ട്സ് കൃത്യമായിട്ടുള്ള നമ്മുടെ A4 സൈസിലുള്ള നോട്ടാണ്, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്ന നോട്ടാണ്, നമ്മുടെ ക്ലാസ് കണ്ട് റിസർച്ചിൽ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ്. അതേപോലെ തന്നെ ഡെയിലി മോക്ക് എക്സാമുകൾ കാണും, അതേപോലെ തന്നെ വീക്ക്ലി എക്സാമുകൾ കാണും. വീക്ക്ലി ഒരു 100 മാർക്കിന്റെ എക്സാം അവിടെ നിങ്ങൾക്ക് കാണും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ കവറേജ് കാണും. 150 ടോപ്പിക്കൽ തിരഞ്ഞെടുത്തുള്ള ക്ലാസ്സുകൾ സെപ്പറേറ്റ് കാണും. അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കാണും. ടോപ്പിക് വൈസ് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ കാണും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു വീക്ക്ലി മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ബാച്ചാണ് ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച്. അപ്പൊ എത്രയും പെട്ടെന്ന് ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. അതിനുശേഷം എന്ത് ചെയ്തോ, ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോടാ. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്.